ഹായ് മക്കളെ, മിസ് ഒരു അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു എലമെന്റും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് ഇതെല്ലാം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സ്കാൻഡിയം 21. സ്കാൻഡിയം 21ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. 1s2, 2s2, 2p6, 3s2, 3p6, 3d1 and 4s2. ഇതിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, 3Dയിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ബ്ലോക്ക് എന്തായിട്ട് വരുന്നത്? 3Dയിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആണ്. പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാ? ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ 4 ആണ്. അപ്പൊ പീരീഡ് ഏതായിരിക്കും? 4th പീരീഡിലാണ് നമ്മുടെ എന്ത് വരുന്നത്? സ്കാൻഡിയം വരുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ഗ്രൂപ്പ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ നമ്മൾ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ലാസ്റ്റത്തെ 3Dയിലെയും 4sലെയും ലാസ്റ്റത്തെ ഡി ആൻഡ് എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 1 + 2. 2 ഇലക്ട്രോൺസിന്റെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 3. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് എന്താ വരുന്നത്? നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? 3 ആണ്.